നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഈ പ്രാവശ്യം UDF കേരളം മുഴുവൻ. മൂന്നാമതും LDF അധികാരത്തിൽ വരും. പിന്നെ ഇവിടെ പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ഉറപ്പും പറയുന്നില്ല. UDF പല ഇഷ്യൂസ് റേസ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വികസനം, ഈ 10 വർഷത്തെ സമയം, ഇപ്പോൾ 10 വർഷം അവർക്ക് കിട്ടിയത്, എന്നിട്ടും ആ 10 വർഷത്തെ വികസനവും ഈ 5 വർഷത്തെ അന്നത്തെ 5 വർഷത്തെ വികസനം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമില്ല. ഒരു പരിപാടി പോലും തുടങ്ങാൻ സാധിച്ചിട്ടില്ല. കോട്ടയം പുതുപ്പള്ളി കോൺഗ്രസ് UDF വരും. ചാണ്ടിയുമൻ, അതായത് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നതിനപ്പുറത്തേക്ക് ചാണ്ടിയുമൻ എന്ന MLA രജിസ്റ്റർ ആയി എന്ന് തോന്നുന്നുണ്ട്. അതിപ്പോ അവരാണ് ഈ ഇലക്ഷനിലൂടെ പറയേണ്ടത് രജിസ്റ്റർ ആയവരിൽ. അതിന് ഈ ചാണ്ടിയുമ്മൻ എന്തെങ്കിലും ഒരു പോരാഴി വരണമെങ്കിൽ ഇവർ അധികാരത്തിൽ വന്ന് കുഴയണം. കുഴഞ്ഞെങ്കിലോ ചാണ്ടിയുമ്മൻ ഇവിടെ ഒരു ഭൂരിപക്ഷം തന്നെ പറയാൻ സാധിക്കും. ചെറുപ്പക്കാർ മുഴുവൻ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ചെറുപ്പക്കാരുടെ ഇവിടെ നിർത്തുവാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് സർക്കാർ? ഇവിടുത്തെ ഏതെങ്കിലും ഒരു മികച്ച വ്യവസായ പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചോ? ഇപ്പൊ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന സ്മാർട്ട് സിറ്റി, ആ സ്മാർട്ട് സിറ്റിയെ തകർത്തത് ഇടതുപക്ഷ സർക്കാരാണ്, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ വികസനത്തിന്റെ കാര്യത്തിൽ ഒരു അവകാശവാദവും പറയാൻ പറ്റാത്ത ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 2 തവണ കൊണ്ട് മടുത്തോ സർക്കാരിനെ? ഞാൻ മടുത്തല്ല, എന്നാലും നമുക്ക് UDF വരുന്നതാണ് പാവപ്പെട്ടവർക്കും എല്ലാവർക്കും ഒരു നല്ലത്. സൈക്കിളിൽ പ്രചാരണം നടത്തുന്ന ഒരു സ്ഥാനാർത്ഥിയെ മറ്റെവിടെയും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ല. എക്സസൈസ് ആണെങ്കിൽ എക്സസൈസ്, സ്കൂട്ടർ എന്ന രീതിയിലാണെങ്കിൽ സ്കൂട്ടർ, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് ചെയ്യണമെങ്കിൽ അതും സാധിക്കും. രാവിലെ ഞാൻ എനിക്ക് വെറുതെ പോവുകയും ചെയ്യും, ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണ്ട. ചിലപ്പോൾ കാരണം ഞാൻ രാത്രി 12 മണിക്കാണ് വരുന്നത്, രാവിലെ 5 മണിക്ക് ഞാൻ ഇറങ്ങും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആരെങ്കിലും നോക്കാതെ എനിക്ക് വേണമെങ്കിൽ സൈക്കിൾ എടുത്ത് പോവാം. പിണറായി ഇത്ര നാളും ഇനിയിപ്പോ വേറെ ആളിരിക്കട്ടെ. ആര് വരും അടുത്ത സർക്കാർ? അടുത്ത ഇടതുപക്ഷം വരും. മൂന്നാമതും വരും. കോട്ടയം ജില്ലയിലെ ഒരു LDF UDF സ്കോർ എങ്ങനെ മാറി? 9-0.